ഇതാണ്ടോ നമ്മുടെ ബാഗിൽ ഇഷ്ടംപോലെ സാധനങ്ങളായോണ്ടേ ഇങ്ങനെയാണ് നമ്മുടെ അളിയൻ ബാഗ് പിടിച്ചേക്കുന്നത് കേട്ടോ. നോക്കിയേ നല്ല രസമായിട്ടുണ്ട്. എന്തായാലും ഒരു കയ്യിൽ ആ ബാഗ്, മറ്റേ കയ്യിലെ ബാഗ്, അച്ഛൻ്റെ കയ്യിൽ ബാഗ്. ദെൻ എന്നെ കാണാൻ പറ്റും ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ. എന്നെ കണ്ടോ? എൻ്റെ ബാഗ് ചെറുതാ, കുഞ്ഞ് ബാഗ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങോട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് പോകുന്നത് വെച്ചാൽ നമ്മുടെ ചേച്ചീൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ചേച്ചീനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. സോ നമുക്ക് പാക്കലാം. ഈ ബാഗ് വെച്ച് നടന്ന് ഇതിലൊക്കെ എന്താ വെച്ചിട്ട് അതിലൊക്കെ ചക്ക നമ്മൾ പാക്ക് ചെയ്ത കുറേ സംഭവങ്ങളില്ലേ അതൊക്കെയാണ്. നമുക്കിവിടെ പട്ടികൾ കിടന്നുറങ്ങുന്നത് കാണാം. ഡോഗ്സ് കണ്ടോ, എണീപ്പിക്കണ്ട, നീച്ച കടിക്കൽ ഉറപ്പാണ് ഗൈസ്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇത് കണ്ടോ, നമ്മുടെ മൈസൂർ സിറ്റിയാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും ഓരോരോ സിറ്റുവേഷൻസാണ്, ലൈഫിൻ്റെ ഓരോരോ സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പാവം നമ്മുടെ അളിയൻ കഷ്ടപ്പെട്ട് ബാഗ് കുടിച്ച് പോകുന്നുണ്ട്. കണ്ടാ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ടത്ര എൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല. പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതേ കുറേ ടാക്സികൾ, വണ്ടികൾ, ആൾക്കാരെ പിക്ക് ചെയ്യാനുള്ള വണ്ടികളൊക്കെ ഉണ്ടോ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അമ്മ അവിടെ നിന്ന് പിടിച്ചോ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് പണി കിട്ടി ഗൈസ്. അപ്പോൾ ഞങ്ങൾ രണ്ട് സൈഡ് ഇവിടെ ഷെയർ ചെയ്ത് പിടിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാരെ കൈക്കൂടെ പോകുന്നുണ്ട്. ഇവിടെ ആൾക്കാർ കടന്ന് ഉറങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഇവിടെ ചാളിയാണ് ഗൈസ്. ഞാൻ എങ്ങനെ ചളി കൂടെ നടക്കും? അതെ, അപ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാൻ പറ്റും. ഇനി നമ്മുടെ ചേച്ചിനെ നമുക്ക് കടന്ന് കാണാം കേട്ടോ. ആയിക്കോട്ടെ നോക്കുന്നൊക്കെ ഗൈസ്. അമ്മേ ഞാൻ വെറുതെ നമ്മുടെ ഗർഭിണിയെ കാണാം. തുറക്കട്ടെ.